ഒരു വശത്ത് പ്രണയവും മറുവശത്ത് ഭീകരമായ അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ റഷ്യൻ ഹൊറർ ചിത്രം ദി ബ്രൈഡ് എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പ്രശസ്ത പൂഡ്ഗായേവ്സ്കി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മരിച്ചുപോയ വധുവിന് ജീവൻ നൽകാൻ പുതിയ മരുമകളെ ജീവനോടെ ശവപ്പെട്ടിയിലാക്കി കുഴിച്ചുമൂടാൻ ഒരുങ്ങുന്ന ഒരു ഭ്രാന്തൻ കുടുംബത്തിന്റെ ക്രൂരതകളാണ് കാണിക്കുന്നത്. ഇതിൽ നിന്നും നാസ്ത്യ എന്ന പെൺകുട്ടി എങ്ങനെ രക്ഷപ്പെടുന്നു എന്നറിയാൻ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കഥ തുടങ്ങുന്നത് ഇവാൻ എന്നും നാസ്ത്യ എന്നും പേരുള്ള ഒരു അടിപൊളി ദമ്പതികളിൽ നിന്നാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. എല്ലാം വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുകയായിരുന്നു. ആ സമയത്താണ് ഇവാന്റെ ചേച്ചിയായ ലിസ അവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ അവർ രണ്ടാളും ലിസയുടെ പഴയ തറവാട്ട് വീട്ടിലേക്ക് യാത്രയാകുന്നു. അവിടെ എത്തുമ്പോൾ ലിസ അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. താൻ ഒരു നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് ലിസ നാസ്തിയോട് പറയുന്നുണ്ട്. വലിയൊരു വീടായതുകൊണ്ട് തന്നെ ലിസയുടെ കുട്ടികളും അവരുടെ അച്ഛനുമൊക്കെ അവിടെ ഒരുമിച്ചാണ് താമസം. അതുകൊണ്ട് വീട്ടിൽ നല്ലൊരു ബഹളമൊക്കെയുണ്ട്. വീട് മുഴുവൻ ചുറ്റിക്കാണിക്കുന്നതിനിടയിൽ ലിസ ഒരു മുറി ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ തങ്ങളുടെ അമ്മൂമ്മയാണെന്ന് പറയുന്നു. അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് എപ്പോഴും ആ മുറിയിൽ തന്നെയാണ് താമസം. ആരോടും അധികം സംസാരിക്കാറുമില്ല. കുറച്ചു കഴിഞ്ഞ് ലിസ ഒരു പഴയ മോതിരമെടുത്ത് നാസ്തിക്ക് കൊടുക്കുന്നു. ഇത് തങ്ങളുടെ കുടുംബത്തിന്റെ പരമ്പരാഗതമായ മോതിരമാണെന്നും തലമുറകളായി കൈമാറി വരുന്നതാണെന്നും അവൾ പറയുന്നു. നാസ്തിയുടെയും ഇവാന്റെയും കല്യാണം കഴിഞ്ഞതാണെങ്കിലും തങ്ങളുടെ കുടുംബത്തിലെ പഴയ ആചാരപ്രകാരം ഒന്നുകൂടി കല്യാണ ചടങ്ങുകൾ നടത്തണമെന്ന് ലിസ ആവശ്യപ്പെടുന്നു. ചേച്ചിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇവാന്റെ മുഖമാകെ മാറുന്നുണ്ട്. അവൻ വലിയൊരു ഭയത്തിലും ആശങ്കയിലുമാകുന്നു. ആ സ്ഥലത്ത് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ ഇവാൻ പിറ്റേന്ന് തന്നെ അവിടെ നിന്നും തിരികെ പോകാൻ നിർബന്ധം പിടിച്ചു. എന്നാൽ ലിസ അതിന് സമ്മതിക്കുന്നില്ല. ഈ ആചാരങ്ങൾക്കോ മോതിരത്തിനോ എതിരായി ആര് നിന്നാലും അവർക്ക് വലിയൊരു അപകടം സംഭവിക്കുമെന്നും ഈ മോതിരം വലിയൊരു ശാപമാകുമെന്നും ലിസ അവനെ പേടിപ്പിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. നാസ്ത്യ ഇതൊക്കെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ബാത്റൂമിൽ പോകുന്നത്. അവിടെ വെച്ച് തന്റെ ചുറ്റും ആരോ ഉള്ളതുപോലെയും തന്നെ ആരോ ഒളിഞ്ഞു നോക്കുന്നതുപോലെയും അവൾക്ക് അനുഭവപ്പെടുന്നു. ഈ ഒരു കാര്യം അവളെ ഉള്ളിൽ നിന്നും നന്നായി ഭയപ്പെടുത്തി. ഇപ്പോൾ നാസ്ത്യയ്ക്ക് ഒരു കാര്യം ഏകദേശം ഉറപ്പായി തുടങ്ങി. ഈ വീട്ടിൽ തന്നിൽ നിന്ന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഒളിച്ചുവെച്ചുകൊണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. വരാൻ പോകുന്ന സമയം തനിക്ക് വലിയൊരു കെണിയായിരിക്കുമെന്നും അവൾക്ക് തോന്നി. തന്റെ ഉള്ളിലെ ഭയത്തെയും വീട്ടിൽ ആരോ ഒപ്പമുള്ളതുപോലെ തോന്നുന്നതിനെക്കുറിച്ചും അവൾ ഇവാന്റെ അടുത്ത് പറഞ്ഞെങ്കിലും അവൻ അത് വെറും തമാശയാക്കി തള്ളിക്കളഞ്ഞു. യാത്ര ചെയ്തതിന്റെ ക്ഷീണം കൊണ്ടുണ്ടാകുന്ന തോന്നലുകൾ മാത്രമാണിതെന്നും അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അവൻ അവളോട് പറഞ്ഞു. മാത്രമല്ല, നീ നിന്റെ മനസമാധാനം വെറുതെ കളയാതിരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിച്ചു. എന്നാൽ അന്ന് രാത്രി വളരെ നിശബ്ദമായ സമയത്ത് പെട്ടെന്ന് ഉറങ്ങിയുണർന്ന നാസ്ത്യ നോക്കുമ്പോൾ അടുത്ത് ഇവാൻ ഉണ്ടായിരുന്നില്ല. പേടിയോടെ തിരഞ്ഞ് അവൾ താഴേക്ക് ചെന്നപ്പോൾ കണ്ടത് ഇവാനും ലിസയും തമ്മിൽ വലിയ വഴക്കിലേർപ്പെട്ടിരിക്കുന്നതാണ്. ആ പഴയ ആചാരം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഭീകരമായ ഒരു ദുഷ്ടശക്തി തങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് ലിസ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കേട്ട നാസ്തിക്ക് തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് ഇത്രയും വലിയ കാര്യം മറച്ചുവച്ചല്ലോ എന്നോർത്ത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിയിലേക്ക് തിരികെ വന്ന് ഉറങ്ങുന്നതായി അഭിനയിച്ചു. കുറച്ചു കഴിഞ്ഞ് മുറിയിലെത്തിയ ഇവാൻ നാസ്തിയോട് തനിക്ക് അവളോട് ഒരുപാട് സ്നേഹമുണ്ടെന്നും നാളെ രാവിലെ തന്നെ തങ്ങൾ ഈ വീട് വിട്ടു പോകുമെന്നും പറഞ്ഞ് ഉറപ്പു നൽകി. പക്ഷേ അടുത്ത ദിവസം രാവിലെ നാസ്ത്യ കണ്ണു തുറന്നപ്പോൾ ഇവാന്റെ പൊടി പോലും അവിടെ കാണാനില്ലായിരുന്നു. ആകെ വെപ്രാളത്തോടെ താഴേക്ക് ഓടിയെത്തിയ അവൾ കാണുന്നത് വലിയ ഇടനാഴിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഭയപ്പെടുത്തുന്ന പഴയ ചിത്രങ്ങളാണ്. ആ ഫോട്ടോകളിൽ കണ്ട വിചിത്രമായ ദമ്പതികളുടെ രൂപം ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ലിസയോട് ഇവാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ കൂട്ടുകാരെ കാണാൻ ടൗണിലേക്ക് പോയതാണെന്നും ഇപ്പോൾ തിരികെ വരില്ലെന്നും വളരെ പരുഷമായി അവൾ കള്ളം പറഞ്ഞു. താൻ രക്ഷപ്പെടാൻ ഒട്ടും എളുപ്പമല്ലാത്ത വലിയൊരു ചതിക്കുഴിയിലാണ് വന്നു പെട്ടിരിക്കുന്നതെന്ന് നാസ്തിക്ക് മനസ്സിലായി. ലിസ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നാസ്ത്യ തൽക്കാലം അത് കേട്ടുമെടുക്കാതെ നിന്നു. ഇവാനെ ഫോണിൽ വിളിക്കാൻ നോക്കിയെങ്കിലും ഫോൺ ഔട്ട് ഓഫ് റീച്ച് ആണെന്ന മെസ്സേജാണ് വന്നത്. ഇത് അവളുടെ പരിഭ്രാന്തി വീണ്ടും കൂട്ടി. മനസമാധാനം കിട്ടാൻ അവൾ വീട്ടിന് പുറത്തേക്ക് നടക്കാൻ പോയപ്പോഴാണ് അവിടെ ചില പഴയ കല്ലറകൾ കാണുന്നത്. വീട്ടിനടുത്ത് ഇത്രയധികം ശവക്കല്ലറകൾ എന്തിനാണെന്ന് ആലോചിച്ച് അവൾ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ലിസ ഭാരമുള്ള ഒരു പഴയ കല്യാണ വസ്ത്രം നാസ്തിയുടെ കയ്യിൽ കൊടുക്കുന്നു. ലിസ അവളെ ആ വിവാഹ വസ്ത്രവും മോതിരവും ധരിക്കാൻ സഹായിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ വളരെ പഴയതും പവിത്രവുമായ ഒരു ആചാരമാണിതെന്ന് അവൾ നാസ്തിക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഈ വസ്ത്രം ആദ്യം ഇവരുടെ മുത്തശ്ശിയും പിന്നീട് അമ്മയുമൊക്കെ ധരിച്ചിട്ടുള്ളതാണെന്നും ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പുതിയ മരുമകളായതുകൊണ്ട് നാസ്ത്യ തന്നെയാണ് ഇത് ധരിക്കേണ്ടതെന്നും ലിസ പറയുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ നാസ്തിക്ക് സന്തോഷം തോന്നിയെങ്കിലും തന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു വിചിത്രമായ ആചാരത്തെക്കുറിച്ച് അവൾ കേട്ടിട്ടേയില്ലായിരുന്നു. അവളുടെ മനസ്സിലുണ്ടായ ആകാംക്ഷ കാരണം അവൾ വേഗം മുറിയിലേക്ക് പോയി ലാപ്ടോപ്പ് തുറന്ന് ഈ വിചിത്രമായ ആചാരങ്ങളെക്കുറിച്ച് ഓൺലൈനിൽ തിരഞ്ഞാൻ തുടങ്ങി. തനിക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ വിവരങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അലമാരയ്ക്കുള്ളിൽ നിന്ന് ചില വിചിത്രമായ അടക്കം പറച്ചിലുകളും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. അവൾ ശരിക്കും പേടിച്ചുപോയി. എങ്കിലും എങ്ങനെയൊക്കെ ധൈര്യം സംഭരിച്ച് അവൾ അലമാരയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യവാതിലുണ്ടായിരുന്നു. അതൊരു രഹസ്യ വഴിയിലേക്കാണ് തുറക്കുന്നത്. ആ വഴി വളരെ വിചിത്രമാണ്. അത് ആ വലിയ വീട്ടിന്റെ എല്ലാ മുറികളിലേക്കും
എല്ലാ കോണുകളിലേക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വീട്ടിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ആർക്കും എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ സാധിക്കുന്ന ഒരു രഹസ്യവഴി. ആ സമയത്താണ് ലിസയുടെ ചെറിയ മകൻ ഓടിവരുന്നത്. അവന്റെ ചേച്ചിയുടെ കാൽ ആ രഹസ്യവഴിക്കുള്ളിൽ എവിടെയോ കുടുങ്ങിപ്പോയെന്നും സഹായിക്കണമെന്നും അവൻ നാസ്തിയോട് പറഞ്ഞു. ഒന്നും ചിന്തിക്കാതെ നാസ്ത്യ ആ ഇരുണ്ട ഇടുങ്ങിയ വഴിയിലേക്ക് കടന്നു ചെന്ന് കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുത്തു. അവിടെ അവൾക്ക് ഒരു വിചിത്രമായ രഹസ്യമുറി കാണാൻ കഴിയുന്നു. അത് കാണാനുള്ള ആകാംക്ഷയോടെ കുട്ടികളോടൊപ്പം അവൾ ആ ഇരുണ്ട മുറിക്കുള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കറുത്ത നിഴൽ അനങ്ങുന്നത് കണ്ടു. കുട്ടികൾ ആകെ പേടിച്ച് അവൾ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ആ കുട്ടികൾ ഏത് വധുവിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നാസ്ത്യയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല. എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് നാസ്ത്യ തന്റെ മുറിയിലെത്തി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ദേഹം തണുത്തുറഞ്ഞുപോയി. കാരണം കണ്ണാടിയിൽ കാണുന്ന നാസ്തിയുടെ രൂപം അവളുടെ ചലനങ്ങളെ അനുകരിക്കുന്നതിനു പകരം സ്വന്തം ഇഷ്ടപ്രകാരം വിചിത്രമായ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ഈ ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ട് പേടിച്ചു വിറച്ച നാസ്ത്യ അവിടെ തന്നെ ബോധം കെട്ടുവീണു. അവൾ വീണ്ടും കണ്ണു തുറക്കുമ്പോൾ താൻ അതേ തറവാട്ടിലാണുള്ളതെന്ന് മനസ്സിലായി. എങ്കിലും അവിടുത്തെ അന്തരീക്ഷം പൂർണ്ണമായും മാറിയിരുന്നു. കാരണം അവൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വർഷങ്ങൾ പിന്നിലെ ഭൂതകാലത്താണ്. അവിടെ അവൾ കാണുന്നത് ഇവാന്റെ മുത്തശ്ശനും കുടുംബത്തിലെ മറ്റംഗങ്ങളും മുകളിലെ മുറിയിൽ നിന്നും വലിയ ഭയത്തോടെ താഴേക്ക് ഓടി വരുന്നത്. എന്തോ ഭീകരമായ കാഴ്ച കണ്ടതുപോലെയാണ് അവർ വരുന്നത്. ഇവാന്റെ മുത്തശ്ശനെ പിടിച്ചു നിർത്താൻ വീട്ടിലുള്ള ആരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ആരുടെയും വാക്ക് കേൾക്കാതെ ആരും കയറാൻ മടിക്കുന്ന ആ രഹസ്യമുറിയിലേക്ക് ബലമായി ഇരച്ചു കയറുകയാണ്. കൃത്യം ആ സമയത്ത് തന്നെ നാസ്തിയുടെ കണ്ണു തുറന്നു. അവൾ ആ ഓർമ്മകളിൽ നിന്നും പെട്ടെന്ന് തിരിച്ച് യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. താൻ സ്വപ്നത്തിൽ കണ്ടത് വെറുമൊരു തോന്നലല്ലെന്നും മറിച്ച് ഈ വീട്ടിനുള്ളിലെ ഏറ്റവും വലിയ ഒരു രഹസ്യമാണെന്നും അതിന് ഇപ്പോഴത്തെ ജീവിതവുമായി വലിയൊരു ബന്ധമുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. ബോധം വന്നപ്പോഴേക്കും ലിസയും അവളുടെ ഒരു ഡോക്ടർ സുഹൃത്തും നാസ്തിയുടെ അരിയിൽ നിൽപ്പുണ്ടായിരുന്നു. അവർ അവൾക്ക് കുറച്ചു മരുന്ന് നൽകി സമാധാനിപ്പിച്ചു. മുറിയിൽ നിന്നും പോയ ഉടനെ ആ ഡോക്ടർ വളരെ മോശമായ രീതിയിൽ അവളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നീ ഇപ്പോഴും ഒരു കന്യകയാണോ എന്ന്. ഇത് കേട്ട നാസ്തിക്ക് വലിയൊരു ഷോക്കാണുണ്ടായത്. ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ എങ്ങനെ ചോദിക്കുമെന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. എങ്കിലും ഭയം കാരണം അവൾ അതെ എന്ന് നുണ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവൾ വിവാഹിതയായിരുന്നു. സത്യത്തിൽ ആ ഡോക്ടർ ഒരു അപരിചിതനായിരുന്നില്ല, മറിച്ച് ആ വിചിത്രമായ കുടുംബത്തിലെ തന്നെ രഹസ്യാന്തമായിരുന്നു. നാസ്ത്യ ആകെ പരിഭ്രാന്തിയായി. ഇവാനെ പലവട്ടം ഫോണിൽ വിളിക്കാൻ നോക്കിയെങ്കിലും കണക്റ്റായില്ല. ഒടുവിൽ അവൾ അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഈ വീട്ടിൽ ഭീകരമായ ഒരു ദുഷ്ടശക്തി ഉണ്ടെന്നും താൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ രക്ഷപ്പെടാൻ പോകുകയാണെന്നും അവൾ പറഞ്ഞു. അവൾ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ലിസയും ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്നത് അവളുടെ കാതുകളിലെത്തി. നാസ്ത്യ കന്യകയല്ലെങ്കിൽ തങ്ങളുടെ കാലങ്ങളായുള്ള ആചാരം പരാജയപ്പെടുമെന്നും അതോടെ തങ്ങളുടെ കുടുംബം മൊത്തമായി നശിച്ചു പോകുമെന്നും അവർ പറഞ്ഞു. തന്റെ അനിയനായ ഇവാൻ ആ പെൺകുട്ടിയുടെ സ്നേഹത്തിൽ വീണ് കുടുംബത്തിന്റെ ആചാരങ്ങൾക്കെതിരായി നിൽക്കുകയാണ് എന്ന് ലിസ അവനെ ശപിക്കുന്നുമുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടതോടെ താൻ അകപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ ചതിക്കുഴിയിലാണെന്നോർത്ത് നാസ്ത്യ തകർന്നുപോയി. അവൾ ജീവനും കൊണ്ട് തന്റെ കാർ എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെ പോകുന്ന വഴിയിലാണ് ആ ഡോക്ടർ എങ്ങോട്ടോ പോകുന്നത് അവൾ കണ്ടത്. സംശയം തോന്നിയ നാസ്ത്യ അവന്റെ പുറകെ പോയി. ആ ഡോക്ടർ ഒരു പഴയ വീട്ടിലേക്കാണ് പോയത്. അവിടെയായിരുന്നു ഇവാൻ തടവിലാക്കപ്പെട്ടിരുന്നത്. ഇവാൻ മരിച്ചു പോകാതിരിക്കാൻ കുറച്ചു ഭക്ഷണം മാത്രം നൽകി ആ ഡോക്ടർ അവിടെ നിന്നും തിരികെ പോയി. നാസ്ത്യ വേഗം ജനലിനടുത്ത് ചെന്ന് ഇവാനെ വിളിച്ചെങ്കിലും കട്ടിയുള്ള ഗ്ലാസ് ആയതുകൊണ്ട് അവനൊന്നും കേൾക്കാൻ പറ്റിയില്ല. അവിടെ നിന്നും വേഗം ഓടിപ്പോകാൻ അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചെങ്കിലും നാസ്തിക്ക് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നാണ് നാസ്തിയുടെ പുറകിലായി ആ ഭയപ്പെടുത്തുന്ന പ്രേതവധു വന്നു നിന്നത്. പേടി കാരണം നാസ്തിയുടെ മൂക്കിൽ നിന്നും ചോര വരാൻ തുടങ്ങി. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവിടെ നിന്നും ഓടാൻ നോക്കിയെങ്കിലും ശരീരമൊട്ടും അനക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ കാലിടറി അവിടെയുണ്ടായിരുന്ന ഒരു തുറന്ന ശവക്കല്ലറയിലേക്ക് വീണു. ആ ഇരുണ്ട കല്ലറയ്ക്കുള്ളിൽ ആ പ്രേതത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ നാസ്തിയുടെ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയായി. പെട്ടെന്ന് ആ പ്രേതം അവിടെ നിന്നും അപ്രത്യക്ഷമായി. പിന്നാലെ ഇവാന്റെ അച്ഛൻ അവളെ കണ്ടെത്തി വീണ്ടും ആ ശാപമേറ്റ വീട്ടിലേക്ക് തന്നെ വലിച്ചിരച്ചു കൊണ്ടുവന്നു. അവിടെ വെച്ച് ലിസയും ഡോക്ടറും ചേർന്ന് അവളെ കബളിപ്പിച്ച് മയക്കുമരുന്ന് കലർത്തിയ ചായ കുടിപ്പിച്ചു. അതോടെ നാസ്ത്യ വീണ്ടും അബോധാവസ്ഥയിലേക്ക് വീണു. ഈ ഒരു അബോധാവസ്ഥയിൽ അവൾ വീണ്ടും ആ പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് പോകുകയാണ്. മുകളിലെ മുറിയിലേക്ക് ബലമായി കയറിയ ഇവാന്റെ മുത്തശ്ശൻ അവിടെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നത് അവൾ കണ്ടു. നാസ്ത്യ ആ മുറിയുടെ ഒരു മൂലയിൽ നിന്ന് ഈ ഭീകരമായ കാഴ്ചകൾ മുഴുവൻ നേരിൽ കാണുകയായിരുന്നു. ആ പെൺകുട്ടി കാണാൻ വളരെ പാവവും രോഗിയുമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവൾക്കുള്ളിൽ ഭയങ്കരമായ ഒരു പിശാചു പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അത് അവളെ ഒരു മൃഗത്തെ പോലെ ക്രൂരയാക്കി. അവൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഇവാന്റെ മുത്തശ്ശനെ ആക്രമിക്കുകയും വളരെ ദയനീയമായി കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അവൾ നാസ്ത്യയുടെ നേരെ നടന്നു വരാൻ തുടങ്ങി. ഇവിടെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ക്രൂരമായ രഹസ്യം പുറത്തുവരുന്നത്. ഇവാന്റെ മുത്തശ്ശൻ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളെ വലിച്ചെടുത്ത് മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു പ്രത്യേക ക്യാമറയും മെഷീനും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യ മരിച്ചതിന്റെ ദുഃഖത്തിൽ ഭ്രാന്ത് പിടിച്ച അദ്ദേഹം അവളുടെ ആത്മാവിനെ ഒരു ഫോട്ടോയ്ക്കുള്ളിൽ തളച്ചുവെച്ചു. എന്നാൽ ഈ ആത്മാവിനെ ജീവനോടെ നിലനിർത്താൻ ഒരു കന്യകയായ പെൺകുട്ടിയുടെ ശരീരം ആവശ്യമായിരുന്നു. ഇതിനായി അവർ നാട്ടിലെ പാവം പെൺകുട്ടിയെ പിടിച്ച് ജീവനോടെ തന്നെ ശവക്കല്ലറയിൽ കുഴിച്ചിട്ടു.
ആത്മാവിനെ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് മാറ്റാൻ വേണ്ടി അവർ ആ കുട്ടിക്ക് ഒരു മാന്ത്രിക മോതിരം ധരിപ്പിക്കുകയും ആ ഫോട്ടോയും അവളുടെ കൂടെ കുഴിച്ചിടുകയും ചെയ്തു. പക്ഷേ ആ ആചാരം അവർ വിചാരിച്ചതുപോലെ നടന്നില്ല. ആത്മാവിനോടൊപ്പം ഭീകരമായ ഒരു ദുഷ്ടശക്തിയും ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കയറിക്കൂടി. അതിന്റെ ഫലമായിട്ടാണ് അവൾ ഇവാന്റെ മുത്തശ്ശനെ തന്നെ കൊന്നുകളഞ്ഞത്. സിനിമയുടെ ഫ്ലാഷ് ബാക്കിൽ മുത്തശ്ശൻ തന്റെ മരിച്ചുപോയ ഭാര്യയുടെ അവസാനത്തെ ഫോട്ടോ എടുക്കുന്നതും അതിൽ അവളുടെ ആത്മാവ് കുടുങ്ങുന്നതും കാണിക്കുന്നുണ്ട്. പേടി കാരണം അവർ പിന്നീട് ആ ശാപമേറ്റ ഫോട്ടോ ഒരു രഹസ്യ സ്ഥലത്ത് ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. മുൻപ് കുട്ടികളോടൊപ്പം പോയ ആ രഹസ്യമുറിയിലാണ് നാസ്ത്യ പിന്നീട് കണ്ണു തുറക്കുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അവളെ വീണ്ടും പിടികൂടി ഇരുണ്ട ഒരു തടവറയ്ക്കുള്ളിൽ അടച്ചുവെച്ചു. അവിടെ വെച്ച് അവൾ കാണുന്നത് നട്ടെല്ല് തണുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആത്മാവ് കയറിയ ഒരു ജീവനുള്ള ശവം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ശവം പതിയെ നാസ്തിക്ക് നേരെ വരാൻ തുടങ്ങിയപ്പോൾ പേടിച്ചരണ്ട അവൾ ഭിത്തിയോട് ചേർന്ന് രക്ഷയില്ലാതെ നിന്നു. കൃത്യം ആ സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ഇവാൻ അവിടെ എത്തുകയും നാസ്തിയെ ആ മുറിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് സത്യം മുഴുവൻ നാസ്തിക്ക് മനസ്സിലാവുന്നത്. ആ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞിരുന്ന പഴയ അമ്മൂമ്മ യഥാർത്ഥത്തിൽ ആ പ്രേതത്തിന്റെ ആത്മാവ് അടങ്ങിയിരുന്ന ശരീരമായിരുന്നു. ലിസയുടെയും ഡോക്ടറുടെയും യഥാർത്ഥ പ്ലാൻ ആ അമ്മൂമ്മയുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ നാസ്തിയവ്യ ശരീരത്തിലേക്ക് മാറ്റി ആ പ്രേതവധുവിനെ വീണ്ടും യുവതിയാക്കി മാറ്റുക എന്നതായിരുന്നു. ടൗണിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ കരഞ്ഞുകൊണ്ട് ഇവാൻ നാസ്തിയോട് മാപ്പ് ചോദിച്ചു. സ്വന്തം കുടുംബം കളിക്കുന്ന ഈ കൊടും ക്രൂരതയെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നെന്നും എന്നാൽ താൻ നാസ്തിയെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് അവളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും അവൻ പറഞ്ഞു. ഈ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആത്മാവ് കുടുങ്ങിക്കിടക്കുന്ന ആ പഴയ ഫോട്ടോ കത്തിച്ചു കളയുക എന്നത്. ആ ഫോട്ടോ താൻ മുൻപ് ആ രഹസ്യമുറിയിൽ വെച്ച് കണ്ട കാര്യം നാസ്തിക്ക് ഓർമ്മ വരുന്നു. ഇപ്പോൾ ആ ഫോട്ടോ നശിപ്പിച്ചേ മതിയാവൂ എന്നവൾക്ക് ഉറപ്പായി. അല്ലെങ്കിൽ ആ ആത്മാവ് തങ്ങളെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല. ഇനി കഥയിൽ വമ്പൻ ഒരു ട്വിസ്റ്റാണ് നടക്കുന്നത്. ഇവാന്റെ വീട്ടുകാർ അവരുടെ വണ്ടി വലിയൊരു അപകടത്തിൽപ്പെടുത്തുന്നു. ഇവരെ രണ്ടുപേരെയും പിടികൂടി പകുതിക്ക് വെച്ച് നിർത്തിയ ആ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു അപകടമായിരുന്നു അത്. അപകടത്തിൽ ഇവാന് പരിക്കേൽക്കുന്നുണ്ടെങ്കിലും അവൻ പൂർണ്ണമായി ബോധം കെട്ടുപോയിരുന്നില്ല. ആ ഭ്രാന്തൻ കുടുംബം നാസ്തിയെ വലിച്ചിഴച്ച് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുകയും നിർബന്ധിച്ച് ആ ഭയാനകമായ ആചാരം വീണ്ടും തുടങ്ങുകയും ചെയ്തു. അവർ നാസ്തിയെ ആ ശാപമേറ്റ മോതിരം ധരിപ്പിച്ച ശേഷം ഒരു മരത്തിന്റെ ശവപ്പെട്ടിയിലാക്കി അടച്ചു. നാസ്ത്യ ഉള്ളിലിരുന്ന് നിലവിളിച്ചെങ്കിലും ആ ക്രൂരന്മാർക്കൊട്ടും ദയ തോന്നിയില്ല. അവർ ആ പെട്ടിക്ക് മുകളിൽ ആണികൾ അടിച്ചു കയറ്റുകയും അവിടെ ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചിടുകയും ചെയ്തു. ആ ഇരുണ്ട പെട്ടിക്കുള്ളിൽ പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു നാസ്ത്യ. കാരണം തന്റെ തൊട്ടടുത്ത് ആ ജീർണിച്ച ശവം കിടക്കുന്നത് അവൾ കണ്ടു. അതവളുടെ ആത്മാവ് കവരാൻ വേണ്ടി നാസ്തിയുടെ നേരെ അടുത്തേക്ക് വരികയായിരുന്നു. അതോടെ ആ പെട്ടിക്കുള്ളിൽ വലിയൊരു ഭൂകമ്പമുണ്ടായതുപോലെ ഭീകരമായി കുലുങ്ങാൻ തുടങ്ങി. ആ കാഴ്ച ആരുടെയും കണ്ണ് തള്ളിപ്പിക്കുന്ന ഒന്നായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുലുക്കമെല്ലാം നിന്നു. അപ്പുറത്ത് ഇവാന് ബോധം വന്നപ്പോൾ അവൻ ഭ്രാന്തനെപ്പോലെ വീട്ടിനടുത്തേക്ക് ഓടിയെത്തി. അവൻ വേഗം മണ്ണ് മാറ്റി നാസ്തിയെ കുഴിച്ചിട്ട പെട്ടിയുടെ അടപ്പ് തുറന്നു. പെട്ടി തുറന്നതും നാസ്ത്യ പുറത്തേക്ക് വന്നുവെങ്കിലും അവളുടെ ശരീരത്തിനുള്ളിൽ ആ പ്രേതവധുവിന്റെ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ തൊണ്ടയിൽ നിന്നും ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദത്തിൽ ആ പ്രേതം വിളിച്ചു പറഞ്ഞു, ഈ പെൺകുട്ടി പവിത്രയല്ല. യഥാർത്ഥത്തിൽ നാസ്തിയും ഇവാനും ഇതിനു മുൻപ് തന്നെ പരസ്പരം അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് ആ ആചാരം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത് കേട്ടതും ഇവാന്റെ കുടുംബാംഗങ്ങൾ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ആ ദുഷ്ടശക്തി ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണം വിട്ടിരുന്നതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ലിസയ്ക്കും ആ ഡോക്ടർക്കും ഇപ്പോൾ തങ്ങളുടെ മരണം മുന്നിൽ കാണാൻ കഴിഞ്ഞിരുന്നു. നാസ്ത്യ കന്യകയല്ലാത്തതുകൊണ്ട് ആചാരം പൂർത്തിയായില്ലെന്നും തങ്ങൾ എത്ര വലിയ വിപത്താണ് വിളിച്ചു വരുത്തിയതെന്നും അവർക്ക് മനസ്സിലായി. ആ ദുഷ്ടശക്തി നാസ്ത്യയുടെ ശരീരം വിട്ടായടുടൻ അവൾ ബോധമില്ലാതെ നിലത്തേക്ക് വീണു. ആത്മാവ് ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. സമയമൊട്ടും കളയാതെ അത് ആദ്യം തന്നെ ആ ഡോക്ടറുടെ കഥ കഴിച്ചു. തന്റെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ലിസ വീട്ടിനുള്ളിലേക്ക് ഓടിയെത്തി. എന്നാൽ ആ പ്രേതവധു ഒരു നിഴൽ പോലെ അവളുടെ പുറകെയുണ്ടായിരുന്നു. കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ലിസ കൈകൂപ്പി അപേക്ഷിച്ചെങ്കിലും ആ ദുഷ്ടശക്തിക്ക് ഒട്ടും ദയ തോന്നിയില്ല. ഈ സമയത്ത് ഇവാൻ എങ്ങനെയൊക്കെയോ നാസ്തിയുടെ അടുത്തെത്തുകയും അവിടെ ബോധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് അവൻ കരഞ്ഞുകൊണ്ട് അവളോട് മാപ്പ് ചോദിച്ചു. കൃത്യം ആ സമയത്ത് ആ പ്രേതം ലിസയെ ഒരു കളിപ്പാവയെപ്പോലെ ജനലിലൂടെ വെളിയിലേക്ക് എടുത്തെറിഞ്ഞു. ലിസയ്ക്ക് ഗുരുതരമായി പരിക്കേട്ടെങ്കിലും അവൾ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ നാസ്ത്യയും ഇവാനും ലിസയും ആ പഴയ രഹസ്യമുറിയിൽ തന്നെ എത്തിപ്പെട്ടു. അവിടെ വെച്ച് ആ പ്രേതം അവരെ ആക്രമിക്കാനൊരുങ്ങുമ്പോൾ ലിസ ഒരു വലിയ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അവൾ നാസ്ത്യയുടെ കയ്യിൽ നിന്നും ആ ശാപമേറ്റ മോതിരം പിടിച്ചുവാങ്ങി സ്വന്തം വിരലിൽ അണിഞ്ഞു. കാരണം ആ പ്രേതത്തിന്റെ ആത്മാവും ഈ മോതിരവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ലിസയ്ക്ക് അറിയാമായിരുന്നു. മോതിരം ലിസയുടെ കൈകളിൽ എത്തിയതോടെ ആ പ്രേതം ലിസയുടെ നേർക്ക് തിരിയുകയും അവരുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ അപകടവും ലിസയുടെ നേർക്കാണ് വന്നിരിക്കുന്നത്. ആ പ്രേതത്തെ ഇല്ലാതാക്കാൻ നാസ്തിക്ക് കിട്ടിയ അവസാനത്തെ അവസരമായിരുന്നു അത്.
ലിസയുടെ ശരീരത്തിൽ ആ പ്രേതവധു പൂർണ്ണമായി അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു. വിചിത്രമായ ശബ്ദത്തിൽ അവൾ തന്റെ കുഞ്ഞുങ്ങളെ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സംസാരിക്കുന്നത് ലിസയല്ലെന്നും ആ ദുഷ്ടശക്തിയാണെന്നും നാസ്തിക്ക് മനസ്സിലായി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. ആ പ്രേതം ബലമായി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ നാസ്ത്യ തന്റെ ധൈര്യം സംഭരിച്ച് ആ പഴയ ഫോട്ടോ കയ്യിലെടുത്ത് അത് കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഫോട്ടോ നശിച്ചു പോകുമെന്ന് ഭയന്ന ആ പ്രേതം നാസ്ത്യയെ ആക്രമിക്കുകയും അവളുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അവൾ നാസ്ത്യയെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ലിസയുടെ ചെറിയ മകൾ അവളെ ഉപദ്രവിക്കല്ലേ എന്ന് ഉറക്കെ നിലവിളിച്ചു. സ്വന്തം മകളുടെ ശബ്ദം കേട്ടതോടെ ലിസയുടെ ഉള്ളിലെ അമ്മ മനസ്സ് ഉണർന്നു. അവൾ കുറച്ചു നിമിഷത്തേക്ക് ആ ദുഷ്ടശക്തിയെ നിയന്ത്രിച്ചു നിർത്തി നാസ്ത്യയെ നിട്ടയച്ചു. പക്ഷേ ആ പ്രേതത്തിന് ഭയങ്കര ശക്തിയായിരുന്നു. അത് വീണ്ടും ലിസയുടെ ശരീരത്തിൽ പിടിമുറുക്കാൻ തുടങ്ങി. ഈ പ്രേതബാധയിൽ നിന്നും കൂടുതൽ സമയം തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ലിസയ്ക്ക് മനസ്സിലായി. അവൾ സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. അവൾ സ്വന്തം ശരീരത്തിന് തീ കൊളുത്തുകയും ഒപ്പം ആ പ്രേതത്തിന്റെ വജിത് നിലനിർത്തിയിരുന്ന ആ പഴയ ശാപമേറ്റ ഫോട്ടോയും കത്തിച്ചു കളഞ്ഞു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലിസയും ആ ഫോട്ടോയും കത്തിച്ചാമ്പലായി. അതോടെ ആ പ്രേതവധുവും എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും ഇല്ലാതായി. ലിസയുടെ ഈ വലിയ ത്യാഗം അവളുടെ മക്കളെയും ഇവാന്റെയും നാസ്തിയുടെയും ജീവൻ രക്ഷിച്ചു. അങ്ങനെ ഈ ഭയപ്പെടുത്തുന്ന കഥയ്ക്ക് ഇവിടെ ശുഭകരമായ ഒരു അവസാനമുണ്ടാകുന്നു.